നമസ്കാരം. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. പറയുന്നത് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം ബാലഗോപാൽ എന്ന് പറയുന്നതിന് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. മുസ്ലിം ലീഗിലെ KN ഷാജി പറഞ്ഞ ഒരു വിഖ്യാതമായ സംസാരം, കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച്, അതിലെ വരികൾ എടുത്ത് മാറ്റിയാണ് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ഞങ്ങളിതാ അടിസ്ഥാന വർഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. LDF എന്ന് പറയുന്നത് അടിസ്ഥാന വർഗ ഒരു സംഘടനയാണ്, സംവിധാനമാണ്, CPM പ്രത്യേകിച്ച്. അതുകൊണ്ട് അടിസ്ഥാന വർഗത്തോട്ട്, വിശക്കുന്ന വയറിന്, കത്തുന്ന വയറിന് ഒപ്പമാണ് ഞങ്ങൾ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. 1 കോടി പേരെ, ഏതാണ്ട് 3.5 കോടി ആളുകളാണ് കേരളത്തിലുള്ളത്. അതിൽ സംവിധായകരായ 2.25 കോടിയോളം പേരിൽ 1 കോടി ആളുകൾക്കെങ്കിലും നേരിട്ടും അല്ലാതെയും ക്ഷേമ പദ്ധതികൾ എത്തുകയാണ്. ഏതാണ്ട് 62 ലക്ഷം പേർക്ക് 2000 രൂപ വെച്ച് ഇതാ ബാലഗോപാലിൻ്റെ സർക്കാർ കൊടുക്കുന്നു, പിണറായി സർക്കാർ നൽകുന്നു. അതുതന്നെ 1600 നിന്നും ക്ഷേമ പെൻഷൻ 2000 ആക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. അതൊന്നും കാര്യമായി വോട്ടിൻ്റെ രൂപത്തിൽ LDFന് അനുകൂലമായി വന്നു ഭവിച്ചില്ല എന്നത് ദുര്യോഗം മാത്രം. ഇത് സാഹസപരമായി 2500, അതായിരുന്നല്ലോ പോൾ പ്രോമിസ്, അധികാരത്തിലെത്തുന്നതിന് മുൻപുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ. തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു മാസം 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അവസാനം നൽകിയത് 600 രൂപയല്ലേ? അതിൽ നിന്ന് എത്രയോ മടങ്ങായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇതാ ഇവിടെ പാലും തേനും ഒഴുകുന്നു, പട്ടിണി ഇല്ലാതായിരിക്കുന്നു, ദരിദ്ര മുക്ത കേരളമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നേരിട്ട് അക്കൗണ്ടിൽ പണം എത്തുകയാണ്. ഈ 62 ലക്ഷത്തിൽ എത്തി നിൽക്കുന്നില്ല, ഇനിയുമുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ഈ സ്ത്രീകൾക്ക് ഈ മറ്റ് ക്ഷേമ പദ്ധതികൾ ഒന്നും പെടാതെ പോകുന്ന ആളുകളെയും ചേർത്ത് പിടിക്കാൻ ഏതാണ്ട് 31 ലക്ഷം പേർക്ക് കൂടി പ്രയോജനം കിട്ടുന്ന രീതിയിൽ 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തത്തക്ക രീതിയിൽ മറ്റൊരു പദ്ധതി കൂടി ഈ ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. അങ്ങനെ 1 കോടി ആളുകളെയാണ് ചേർത്ത് പിടിക്കുന്ന ക്ഷേമ പദ്ധതികളിലൂടെ. തീർച്ചയായും ഒട്ടുന്ന വയറിന് പ്രശ്നപരിഹാരം എന്ന നിലയിൽ തങ്ങൾക്കാവുന്നത് തങ്ങൾ ചെയ്തു. ഇതൊരു ഇക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ദിസ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ബജറ്റിൻ്റെ സമഗ്രമായ അവലോകനവും പദ്ധതികളുടെ വിലയിരുത്തലും ഒന്നും തന്നെയല്ല. അതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം സമഗ്രമായി ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ വിശദമായി വിലയിരുത്തിയതാണ്. പ്രഭാതത്തിലെ പത്രത്തിൽ അതിനുള്ള എല്ലാ വിലയിരുത്തലുകളും ഉണ്ട്. അതിലേക്ക് വീണ്ടും ഞാൻ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതിന് പിന്നിലെ, ബജറ്റിന് പിന്നിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് 100 ദിവസത്തിനുള്ളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് ഏതാണ് 120 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരും, ആ സമയത്ത് നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ, ബജറ്റിലൂടെ കൊണ്ടുവന്ന പ്രഖ്യാപനങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയം കാണുകയാണ് ഞാൻ. 2, ഇവിടെ വോട്ട് ചോരി അല്ല ഇവിടെ വിഷയം, നോട്ട് ചോരിയാണ്. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്ന KN ബാലഗോപാൽ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ. അദ്ദേഹം സോഫ്റ്റ് സ്പോക്കണാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് ഒഴുക്കമട്ടിൽ ഇങ്ങനെ തുരുതുരാ പറഞ്ഞു പോകും. 2 മണിക്കൂർ 52 മിനിറ്റ് എടുത്ത ദീർഘമായ പ്രസംഗം, ചരിത്രത്തിലെ 4ാമത്തെ വലിയ ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ 4ാമത്തെ വലിയ സ്ഥാനമുള്ള ബഡ്ജറ്റ് പ്രസംഗം. അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരവും കളയുന്നതിൽ ഇത് രാഷ്ട്രീയമാണ്. അതിൽ സ്വല്പം സത്യമുണ്ട്, അതിന് സ്വല്പം സാമ്പത്തിക സത്യമുണ്ട്. പല കാരണങ്ങളാൽ കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നു. നോട്ട് ചോരി, സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചിരിക്കുന്നു. ഭീമൻ കണക്കുകളാണ് പറയുന്നത്. ഓരോ പ്രാവശ്യവും കണക്കുകൾ കുറഞ്ഞു വരികയാണ്. കാരണം പല കാരണത്താൽ ഇതിനുള്ള അർഹതയുണ്ടോ, അതിന് വേണ്ട സ്പെയ്ഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്. തടിയുടെ വളവും ആശാരിയുടെ പണിദോഷവും എല്ലാം ചേർന്നതാണ് ഫർണിച്ചർ ഇങ്ങനെ ആയത് എന്ന് വേണേൽ കരുതാം. അതുകൊണ്ട് ഈ ബാലഗോപാൽ പറയുന്ന കണക്കുകളനുസരിച്ച് കേന്ദ്രം സംയുക്ത സംരംഭങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നു. രാഷ്ട്രീയമാണ്, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നു. അതുപോലെ നികുതി വായ്പ പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് ആ കടമെടുപ്പ് പരിധിക്കുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന് കടമെടുക്കാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്താണ് കടമെടുപ്പിൻ്റെ ഒരു കാര്യം? കേരള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സഞ്ചിത കടം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്ഥാനമൊഴിയുന്ന സമയത്ത് 2016 കേരളത്തിൻ്റെ സഞ്ചിത കടം ഒരു 1.53 ലക്ഷം കോടി രൂപയായിരുന്നു.
അതുതന്നെ വലിയൊരു എമൗണ്ടാണ്. ഇന്ന് 10 വർഷത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് ശേഷം LDF തുടർ ഭരണം 10 വർഷം കഴിയുന്നു. അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ 6 ലക്ഷം കോടിയായി മാറുകയാണ് കേരളത്തിൻ്റെ സഞ്ചിത കടം. അപ്പോൾ എത്രത്തോളം വലിയ കടബാധ്യതയാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്? അത് കേന്ദ്രം വരുത്തി വെച്ചതാണോ? അപ്പം കേന്ദ്രം കടമെടുപ്പ് പരിധിയൊക്കെ വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോഴും കടം ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. കടമെടുക്കുന്നതിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് 80%-ലധികവും ചെലവഴിക്കുന്നത് ശമ്പളം നൽകാൻ, പെൻഷൻ നൽകാൻ, അതിൻ്റെ കുടിശ്ശിക നൽകാൻ. ഇപ്പോൾ ഇതാ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക ഇപ്പോൾ 13% കൊടുത്തു തീർക്കാനുണ്ട്. പിന്നീട് പ്രഖ്യാപിച്ച 2%-15%-ഓളം. അതിൽ ഒരു ഗഡു ഉടനെ കൊടുക്കുന്നു. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം മാർച്ച് ആദ്യം ക്യാഷ് ചെയ്യാം. ബാക്കി ഗവൺമെൻറ് കാലം അവസാനിക്കുന്നതിന് മുമ്പ്, അതിന് അധികം സമയമൊന്നുമില്ല, 2-3 മാസമേ ഉള്ളൂ. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ഏപ്രിലെ ശമ്പളത്തോടൊപ്പം മെയിലോ കൊടുത്തു തീർക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഭീമമായ തുകയാണ്, കടമെടുത്ത് വെച്ചതിൻ്റെ തുകയാണ്. കടം മാത്രമല്ല, തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരിന് കാര്യമായി കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയുണ്ട്. ചെറിയ വർധന ശ്രീ ബാലഗോപാലിൻ്റെ കണക്കുകളിൽ തനത് വരുമാനത്തിലെ നാമമാത്രമായ വർധന ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ പോലും ഇത്രയും ഭീമമായ ഒരു ചെലവ് താങ്ങാൻ ഉള്ള ത്രാണി ഇല്ല ഈ കടമെടുപ്പിനൊന്നും തന്നെ. അതാണ് കാര്യം. അപ്പോൾ നോക്കൂ, കടത്തിൻ്റെ ഇനിയും നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ബജറ്റൊക്കെ അവതരണം നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധന്മാർ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യാൻ ബജറ്റിലൂടെ കഴിയുന്നുണ്ടോ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പം നമ്പേഴ്സാണ് പറഞ്ഞു പോകുന്നത്, ശതമാനക്കണക്കൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീ ബാലഗോപാൽ വലിയ ഞാനിന്മേൽ കളിയാണ് കളിച്ചിരിക്കുന്നത്. കാരണം ഒരു ശതമാനവും പറയുന്നില്ല. ഇത്ര ശതമാനം വർധന എന്ന് പറഞ്ഞാൽ അത് കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നേട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫണ്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവുമായി തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതലാണോ കുറവാണോ? ഇത്ര തുക ഇതിനു വേണ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 10 കോടി അലോട്ട് ചെയ്തു. ഇപ്രാവശ്യം 5 ഉള്ളൂവെങ്കിൽ 5 കോടി അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കൂടുതൽ. ഇത് പറയാതെ പറയുമ്പോൾ നമ്മൾ ആകെ ആശയക്കുഴപ്പമില്ല. എല്ലാവരും ഓർത്തിരിക്കുകയല്ലോ, കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് എല്ലാവരും ഓർത്തിരിക്കുകയാണോ? അല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2025 യഥാർത്ഥത്തിൽ 3.5% ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ 3.8% അത് ഉയർന്നിരിക്കുന്നു. പക്ഷേ അത് കൈവിട്ട് പോയി എന്ന് പറയാനാവില്ല. കാരണം 4% വരെയൊക്കെ ആരോഗ്യപരം തന്നെയാണ്. വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഏതെങ്കിലും ഒരു വളർച്ചയുള്ള ഒരു എക്കോണമി ഇതിന് 5% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെങ്കിലും അത് ഫലപ്രദമായി മാനേജ് ചെയ്യാനും ഡെറ്റ് ഫർണിഷിംഗ് നടത്താനും കഴിയുമെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ പിടിവിട്ട് പോയി എന്നൊന്നും പറയാനാവില്ല. പക്ഷേ അതിനുമേൽ കേന്ദ്ര വിരുദ്ധത സമർത്ഥമായി ആരോപിക്കാനാണ് ഇവിടെ നോട്ട് ചോരി. വോട്ട് ചോരി മാത്രമല്ല, നോട്ട് ചോരിയും കേന്ദ്രത്തിന് വിനോദമാണ് എന്ന് പറയുന്നത്. കിഫ്ബി ഫണ്ട് വെട്ടിക്കുറച്ചത്, അതുപോലെ കേന്ദ്രവിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഒരു ഇതനുസരിച്ച് കേരളത്തിൻ്റെ ജനസംഖ്യ കുറഞ്ഞു എന്നല്ല, വടക്കേ ഇന്ത്യയിൽ വല്ലാതെ കൂടി. കേരളത്തിലെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2.1% നാഷണൽ വർത്ത് മാത്രമേ കേരളത്തിനുള്ളൂ അലോട്ട്മെൻറ്റിൻ്റെ കണക്ക് വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ജനസംഖ്യ വർധനയെ ക്രിയാത്മകമായി ആസൂത്രണത്തിലൂടെ കുടുംബാസൂത്രണത്തിലൂടെ നേരിട്ട കേരളത്തിന് ഇപ്പോൾ അധോഗതി. തമിഴ്നാടിനും ആന്ധ്രയ്ക്കും കർണാടകത്തിനും ഇത് തന്നെയാണ് അവസ്ഥ. ഉത്തർപ്രദേശിനും ബീഹാറിനുമൊക്കെ കോളടിച്ചു. അവർ ജനസംഖ്യ ഇങ്ങനെ വലുതായി വർദ്ധിപ്പിക്കുന്നു. അവർക്ക് മെച്ചപ്പെട്ട നേട്ടമുണ്ട്. ഇതൊരു ഫെഡറൽ ദുരന്തമാണ്. അതിനെന്തെങ്കിലും ഒരു നീക്കുപോക്കില്ല. അത് ശ്രീ ബാലഗോപാൽ പറയുന്ന കാര്യത്തെ മുഖവിലയ്ക്ക് ഞാൻ എടുക്കും. അതിനെ മുഖവിലയ്ക്ക്, കാരണം ഏതെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ പ്രത്യേക ഒരു അടിസ്ഥാന വർഷത്തെ ആസ്പദമാക്കി വേണം അലോട്ട്മെൻറ്റുകൾ. ഒരു ഫെഡറൽ പാരിറ്റി വേണമല്ലോ. അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾ വല്ലാതെ വളർന്നു പോകും. കാരണം ജനസംഖ്യ ഉണ്ടാകുന്ന ഒറ്റ കാരണത്താൽ വൻപൻ അലോട്ട്മെൻറ്റ് വരുന്നത് ന്യായമല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. ഇനി എത്രയോ കഠിനമായ വർഗീയ വിരുദ്ധതയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായി സൗഹൃദമാകാം, വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങൾ വേണമെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കാം, വേണമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി ശ്രീ ജി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഈ ഹൈന്ദവ കൺസോളിഡേഷൻ സാധിക്കുമോ എന്ന ആലോചനയാകാം, എന്തുമാകാം. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴും ഒരു വർഗീയതയുടെ ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമാക്കാനാവുമോ എന്ന ആലോചനയിലായിരുന്നു ഇടതുപക്ഷം ബജറ്റ് അവതരണം വരെ. ബജറ്റിൽ കർശനമായിട്ട് പറയുന്നു വർഗീയതയ്ക്കെതിരെ യാതൊരു കോംപ്രമൈസിന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ബജറ്റിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ലത്. വർഗീയതയ്ക്കെതിരെ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ന്യൂ നോർമലാണ്. കേരളത്തിൽ പുതിയ രീതികളാണ്. ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ഇത് പുത്തൻ സർക്കാരാണ്. 10 വർഷമായി നോക്കണം. അപ്പോൾ പുത്തൻ സർക്കാരാണ്, പുതിയ നോംസാണ്, ന്യൂ നോർമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് പറഞ്ഞ മതസൗഹാർദ്ദം ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങളത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കും. മതസൗഹാർദ്ദം നിലനിർത്താനായി 20 കോടി ബജറ്റിൽ
എങ്ങനെയാണ് മതസൗഹാർദ്ദം നിലനിർത്താൻ 20 കോടി വിനിയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതെന്താണ്? പ്രാർത്ഥനാ സെൻറ്റേഴ്സ് എങ്ങാനും തുടങ്ങുമോ, അതോ സർവ്വമത പ്രാർത്ഥനകൾ തുടങ്ങുമോ, അതോ ഏതെങ്കിലും രീതിയിൽ സെമിനാറുകൾ നടത്തി മതസൗഹാർദ്ദം വേണം എന്നുള്ള ആഹ്വാനം നടത്തുമോ? അതിനാണോ? എനിക്കറിയില്ല. എന്താണ് ധനമന്ത്രി ഉദ്ദേശിച്ചത്, മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറയാൻ ആവില്ല. അപ്പം എങ്ങനെ നോക്കിയാലും ന്യൂ നോർമൽ അനുസരിച്ച് ചില വ്യക്തികൾ വളരെ വലിയ വിലപ്പെട്ടവരാണ്. ധനകാര്യമന്ത്രി വളരെ വിലപ്പെട്ട ഒരാളാണ്. കൊട്ടാരക്കര മണ്ഡലം വളരെ പ്രിയപ്പെട്ട മണ്ഡലമാണ്. അവിടെ ശ്രീ KN ബാലഗോപാൽ ജയിച്ചു വരണമെങ്കിൽ അവിടെ പദ്ധതികൾ ഉണ്ടാവണം. 10 കോടി അങ്ങോട്ട് അലോട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അത് IT പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊട്ടാരക്കരയിൽ. തിരുവനന്തപുരത്ത് ഒക്കെ IT പാർക്ക് ഉള്ളതുകൊണ്ട് കൊട്ടാരക്കരയിൽ വീണ്ടും ഒന്ന് എന്തിനെ എന്നാരും ചിന്തിക്കേണ്ടതില്ല. കൊട്ടാരക്കര നല്ലൊരു ഹബ്ബാണ്. MC റോഡിലെ ഒരു പ്രധാന സെൻറ്ററാണ്. MC റോഡിൻ്റെ വികസനത്തിന് 5400 ചിൽവാനം കോടി രൂപയാണ് 4 വരിയാക്കാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മുൻപും പറഞ്ഞു, 5 വർഷം മുമ്പ് ഇതൊക്കെ പറഞ്ഞു. MC റോഡ് 4 വരിയായില്ല, ആ രീതിയിൽ 4 വരിയായില്ല. പക്ഷേ പറഞ്ഞു വെച്ചത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. 1500 ഫണ്ട് അലോട്ട് ചെയ്തത് ഇപ്പോൾ 5400 കോടിയായി മാറി. ഇതൊക്കെ VD സതീശൻ പറയുന്നതല്ലേ ഒരു കണക്കിൽ ഇവിടെ എടുക്കാൻ കഴിയുന്നത്. പദ്ധതി പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല, അത് ചെലവഴിക്കുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. വിനിയോഗം, ഫണ്ട് മൊബിലൈസേഷന് വേണ്ടി എന്ത് ചെയ്തു ഒന്നും പറയുന്നില്ല. ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. 38%. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫണ്ട് വിനിയോഗിച്ചത് കേവലം 38%. VD സതീശൻ ബജറ്റ് അവതരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് കൃത്യമായി കണക്കുകൂട്ടി പറഞ്ഞു. ഇപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ കേവലം 38% ജനുവരി 29 വരെയുള്ള കണക്കാണ്. ഇനി 2 മാസം കൂടി, ഫെബ്രുവരി മാർച്ച്, അവസാനം 50% പോലും എത്തി നിൽക്കുന്നില്ല. പദ്ധതി പ്രഖ്യാപിച്ചത് വിനിയോഗത്തിൽ ആക്കി വരാൻ അല്ല എങ്കിൽ വെറും ആധര വ്യായാമം മാത്രമല്ലേ ബജറ്റ് എന്ന് പറയുന്നതിന് പിന്നിൽ? സാമ്പത്തിക ശാസ്ത്രമാണോ, രാഷ്ട്രീയമാണോ? തീർച്ചയായും രാഷ്ട്രീയമായി എതിർക്കുന്നു. സാമ്പത്തികമായ പരാജയം ഗവൺമെൻറ് ഉണ്ടാകുന്നു. അതെല്ലാം നോക്കിക്കാണേണ്ടത്. DA അരിയേഴ്സ് വർദ്ധിപ്പിക്കുന്നു. എന്തൊരു കാര്യം! ഇത്രയും ഈ 2024 പുതുക്കേണ്ട വരേണ്ട ശമ്പള കമ്മീഷൻ ഇപ്പോഴാണ് ശമ്പള കമ്മീഷൻ വെക്കുന്നത്. എന്നിട്ട് പറയുന്നത് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം. സാധ്യമാകുന്ന കാര്യമാണോ? ഒരു ഓഫീസർ തെറ്റ് ചെയ്യാൻ 3 മാസം എടുക്കുമെന്ന് മുൻ ശമ്പള കമ്മീഷൻ ചുമതലയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ പിന്നെ 3 മാസമല്ല 2 വർഷം എടുത്താലും ശമ്പള കമ്മീഷൻ പൂർണ്ണമായി ഒരു സുതാര്യമായി എല്ലാ സംഘടനകളോട് സംസാരിക്കണം, രാഷ്ട്രീയ കക്ഷികളോട് സംസാരിക്കണം, ഗുണഭോക്താക്കളോട് സംസാരിക്കണം, എല്ലാം സംസാരിക്കണം. ഇത് ഇടുകുടുക്കിയ ചോറും കറിയും എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല എന്ന് ഓർക്കണം. ഇതൊരു കണ്ണിപ്പൊടിയുള്ള ആളുടെ കാര്യം. അത് മാത്രമല്ല, VD സതീശൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ആരാണ് ആ ബാധ്യത ഏറ്റെടുക്കുക? അടുത്ത സർക്കാർ പിണറായിയുടെ തന്നെ ആകുമെന്ന് എന്താണ് ഉറപ്പ്? അതെന്തുകൊണ്ട് VD സതീശൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ ആയിക്കൂടാ? അതേക്കുറിച്ച് ഉത്തരമില്ല. അതുകൊണ്ട് തങ്ങളുടെ ഭരണകാലത്ത് നിർവഹിക്കാമായിരുന്നു. ഒന്നും വേണ്ട, ഒരു കമ്മീഷനെ ഒരു കമ്മീഷനെ നിയമിക്കേണ്ടല്ലോ. ഒരു കമ്മിറ്റിയെ കൊണ്ട് 1 മാസത്തിനുള്ളിൽ ഒരു കമ്മിറ്റി തീരുമാനമനുസരിച്ച് പുതുക്കിയാൽ മതിയായിരുന്നു ശമ്പള നിരക്കുകൾ. ഒരു കമ്മീഷൻ ദീർഘമായ പ്രക്രിയയാണ്. അതുകൊണ്ട് നടക്കാതിരിക്കാനുള്ള ഭാവിയിൽ നടക്കും. അത് മാത്രമല്ല, ഈ കമ്മീഷൻ അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തെന്ന് വെച്ചോ, വൻപൻ ശമ്പള വർധന ഈ കേരളത്തിൽ നടുപൊടിയുന്ന ഒരു തീരുമാനമാകാം. കേവലം 2% ആളുകൾ മാത്രമേ സർക്കാർ ജീവനക്കാരെ ഉള്ളൂ എന്നോർക്കണം. ബാക്കിയുള്ള ആളുകൾ 98% ഇതുകൊണ്ട് നേരിട്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി ഉണ്ടാകും. ഈ കൂടുതൽ പണം കയ്യിൽ വരുമ്പോൾ കച്ചവടക്കാർക്കുൾപ്പെടെ കാര്യങ്ങൾ വാങ്ങാനായി പണം ചെലവഴിക്കും. അത് ശരിയാണ്. പക്ഷേ ഇത് വലിയ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അടുത്ത തലമുറ, അടുത്ത സർക്കാരിൻ്റെ മേൽ ഭാരിച്ച ഉത്തരവാദിത്വം. അത് DA വർധനയും പറഞ്ഞു. ഫെബ്രുവരി ശമ്പളം മാർച്ചിനോടൊപ്പം വാങ്ങിക്കാം. പക്ഷേ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ആകും ഇതെല്ലാം അടുത്ത ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ. അപ്പോൾ UDF സർക്കാരാണെങ്കിൽ അവർ കൊടുത്തു തീർക്കേണ്ടി വരും വൻപൻ തുക. ഈ തുക വകയിരുത്താതെ, ഒരു ഗഡുവിനുള്ള തുകയല്ലേ വകയിരുത്തിയിട്ടുള്ളൂ, ബാക്കി വകയിരുത്താതെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അടുത്ത ഗവൺമെൻറ് തലയിൽ ഇത് വന്നു വീഴും എന്നതാണ്. അതുമാത്രമല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്ത പെൻഷൻ അങ്ങ് ഉപേക്ഷിക്കും. UDFൻ്റെ പങ്കാളിത്ത പെൻഷൻ അങ്ങ് ഉപേക്ഷിച്ച് ഞങ്ങളിതാ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരും. പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10 വർഷമായി. പക്ഷേ ഇപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനില്ല. പക്ഷേ അഷ്വേർഡ് പെൻഷൻ, അത് കേന്ദ്രം പറയുന്നൊരു പേരാണ്. അഷ്വേർഡ് പെൻഷൻ ഉറപ്പ് 50%, അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% നൽകും. ഈ പറയുന്നതല്ലാതെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്നതിനെക്കുറിച്ച് കാര്യമായ സൂചനകളൊന്നും തന്നെ ബജറ്റിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ബജറ്റിൽ ബാക്കി പത്രം എന്താണ്? ധർമ്മടം മണ്ഡലത്തിൽ, പിണറായി വിജയൻ്റെ മണ്ഡലമാണ് കേട്ടോ, ധർമ്മടം മണ്ഡലത്തിൽ ടൂറിസം വികസനത്തിന് 2 കോടി, റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത നിർമ്മാണത്തിന് 5 കോടി, അങ്ങനെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച ചില കാര്യങ്ങൾ, ചില പ്രത്യേക ഇടങ്ങൾ കേന്ദ്രീകരിച്ച ചില മേഖലകൾ, വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടം, അതിനൊക്കെ രാഷ്ട്രീയ മാനം കൈവന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ക്രമീകരിക്കാനോ 100 കോടി രൂപ. ഇങ്ങനെയുള്ള ചില തൊടുക്ക് പണികൾ എന്നതല്ലാതെ
കാര്യമായ ഒന്നും തന്നെ ഇല്ല. ഇവിടെ രാഷ്ട്രീയം മുഴച്ചു നിൽക്കുകയും സാമ്പത്തിക ശാസ്ത്രം ഫിസ്ക്കൽ ഡിസിപ്ലിൻ അട്ടത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ശരാശരി തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന നിലയിലാണ് കാണുന്നത്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളൊക്കെ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, ഒരു കോറിഡോർ അല്ലേ, അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല. വിഴിഞ്ഞം, ചവറ ആൻഡ് കൊല്ലം പിന്നെ കൊച്ചി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കോറിഡോർ, അത് റെയർ എർത്ത് കോറിഡോർ, അതായത് ഖനന മേഖലയായി ആ തീരപ്രദേശത്തെ മാറ്റിയെടുക്കാൻ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ റെയർ എർത്ത്, അതായത് കരിമണൽ ഉൾപ്പെടെ ഖനനം ചെയ്തെടുക്കുകയും അത് വൻപൻ ഭാവി സാധ്യതയെ മാറ്റിയെടുക്കുകയും ചെയ്താൽ നമ്മുടെ വിഭവങ്ങളെ നമുക്ക് ഉപയോഗിക്കാനുള്ള സമഗ്രമായ മാർഗ്ഗമാണ്. അത് ക്രിയാത്മകമായ ഒരു കാര്യം. ഒരു കോറിഡോറിൻ്റെ നിർമ്മാണം, ഒരു 1000 കോടി അത് ടോക്കണായി വകയിരുത്തി എന്ന് മാത്രം. വിഴിഞ്ഞത്തിന് വേണ്ടി ചില തുകകൾ കൊടുക്കുന്നു. അതിൻ്റെ പിന്നിലൊന്നും വലിയ രാഷ്ട്രീയം കാണേണ്ടതില്ല. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി മറ്റു ചില ദർശനങ്ങൾ കാണുന്നു. മലയോര മേഖലയിലെ കാര്യങ്ങളിലും ഒരു ദർശനം കാണുന്നു. അതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ പ്രധാനമായും ഡോമിനേറ്റ് ചെയ്തത് രാഷ്ട്രീയമാണ്. അത് പ്രതീക്ഷിച്ചിരുന്നതും ആണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ അവസരത്തിൽ. നന്ദി.